السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. ഒരു മല്ലന്റെ കഥയാണിത്. ഒരു മല്ല യുദ്ധത്തിൽ പേരെടുത്ത ആൾ, മക്കാർക്കാർക്ക് സുപരിചിതൻ. പേര് റുഖാന. ജോലി ഗുസ്തിയാണ്. നല്ല ആരോഗ്യവാന്മാരും മെയ് വഴക്കം വന്നവരും റുഖാനയെ വെല്ലുവിളിക്കും. റുഖാന വെല്ലുവിളി സ്വീകരിക്കും. അതോടെ ശ്രദ്ധ ആകർഷിക്കും. ആകാംക്ഷ പരക്കും. ജനം ഉത്കണ്ഠയോടെ കാത്തിരിക്കും. ഗുസ്തിയുടെ സമയം വരുമ്പോൾ കണക്കില്ലാത്ത ജനം വന്നു ചേരും. അങ്ങനെ പോർവിളി ഉയരുകയായി. കാഴ്ചക്കാർ ശ്വാസമടക്കി പിടിച്ചിരിക്കും. നിമിഷങ്ങൾക്കകം ഗുസ്തി തുടങ്ങും. ജനം നോക്കി നിൽക്കെ റുഖാന എതിരാളിയെ എടുത്തെറിയും. പ്രതിയോഗി നിലം പരിശയായി. റുഖാന വിജയം വരിക്കുന്നു. ജനം മാർത്ത് ചിരിക്കുന്നു. ആഹ്ലാദത്തിന്റെ ആരവം. റുഖാനയെ തോൽപ്പിക്കാനാവില്ല. ഒരു മല്ലനും റുഖാനയോട് വിജയിക്കില്ല. മക്കക്കാർ അങ്ങനെ വിശ്വസിച്ചു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മലഞ്ചെരിവിലൂടെ നടന്നു വരികയായിരുന്നു. മനം നിറയെ ചിന്തകൾ, വിനയം നിറഞ്ഞ മുഖം. പതിയെ നടക്കുന്നു. എതിർദിശയിൽ നിന്ന് മറ്റൊരാൾ നടന്നു വരുന്നു. ഗുസ്തിക്കാരൻ റുഖാന ആ നടപ്പ് തന്നെ കാണണം. നെഞ്ചു വിരിച്ചു നീണ്ട കൈകൾ വീശി അങ്ങനെ പോരാടിയെ പോലെ നടന്നു വരികയാണ്. റുഖാന നടന്നു വരുന്ന വഴിയിൽ ആരും നിൽക്കില്ല. പെട്ടെന്ന് മാറിക്കളയും. റുഖാൻ അടുത്തെത്തി. മുഖത്തു ധിക്കാര ഭാവം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മല്ലന്റെ മുഖത്തേക്ക് നോക്കി മന്ദഹസിച്ചു. മല്ലൻ തികഞ്ഞ ഗൗരവത്തിൽ തന്നെ. അങ്ങനെ ലോകത്തിന്റെ നായകൻ ഒരു മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വിനയത്തോടെ സംസാരിക്കാൻ തുടങ്ങി. റുഖാന, താങ്കൾ അള്ളാഹുവിനെ ഭയപ്പെടുക. സൃഷ്ടാവായ അള്ളാഹുവിൽ വിശ്വസിക്കുക. ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് താങ്കൾ സാക്ഷ്യം വഹിക്കുക. റുഖാന ഗൗരവത്തിൽ തന്നെ സംസാരിച്ചു. അല്പനേരത്തെ സംവാദം ഗുസ്തിയിലെത്തി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ ഗുസ്തി പിടിക്കാൻ തയ്യാറുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. ശരി, ഗുസ്തിക്ക് തയ്യാർ. റുഖാന പ്രഖ്യാപിച്ചു. ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും നിങ്ങൾ സാക്ഷ്യം വഹിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. ഗുസ്തിയിൽ താങ്കൾ ജയിക്കുകയാണെങ്കിൽ ഞാൻ സാക്ഷ്യം വഹിക്കാം. റുഖാന പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രവാചകനും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുഖാനയും തമ്മിൽ ഗുസ്തിയാണ്. കേട്ടവർക്കെല്ലാം അതിശയം, ശത്രുക്കൾക്ക് തമാശ. ആളുകൾ കൂടിക്കൂടി വന്നു. ഗോദ ഒരുങ്ങി. മൽപുടത്തും തുടങ്ങി. പ്രതിയോഗികൾ ഏറ്റുമുട്ടി. ഇത് വിചാരിച്ചതുപോലെയല്ല. അൽ അമീൻ ചില്ലറക്കാരനല്ലല്ലോ. നല്ല മല്ലൻ തന്നെ, ശക്തനും തന്നെ. നിമിഷങ്ങൾ കടന്നുപോയി. അൽ അമീൻ തകർന്നു വീഴുന്നത് കാണാൻ ശത്രുക്കൾ കാത്തിരുന്നു. ആഹ്ലാദിക്കാനും പൊട്ടിച്ചിരിക്കാനും കാത്തിരുന്നവർ ഞെട്ടിപ്പോയി. റുഖാനയതാ മലർന്നിടിച്ച് വീട് കിടക്കുന്നു. വീണ് കിടന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് റുഖാന പറഞ്ഞു, ഒരു പരാജയം, അത് സാരമില്ല. ഒരിക്കൽ കൂടി ഗുസ്തിക്ക് തയ്യാറുണ്ടോ? ഈ വെല്ലുവിളി സ്വീകരിക്കാമോ? ഒരിക്കൽ കൂടിയാവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചു. വീണ്ടും ഗുസ്തി, ശക്തമായ ഏറ്റുമുട്ടൽ. ശത്രുക്കൾ ശ്വാസമടക്കി പിടിച്ചു കാത്തിരിക്കുന്നു. വീണ്ടും ഞെട്ടൽ. റുഖാന വീണ്ടും തളർന്നു വീണു. ഈ പരാജയം കാര്യമാക്കേണ്ട. ഒരിക്കൽ കൂടി ഗുസ്തിക്ക് തയ്യാറുണ്ടോ? റുഖാന ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു. ഞാൻ തയ്യാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചു. മൂന്നാം തവണയും ഏറ്റുമുട്ടി. ഉഗ്രമായ ഗുസ്തിയായിരുന്നു അത്. ആളുകൾ നോക്കി നിന്നു. റുഖാന വീണ്ടും പരാജയപ്പെട്ടു. ഇത്തവണ റുഖാൻ നിശബ്ദനായി. റുഖാന, നിങ്ങൾ സത്യസാക്ഷ്യം വഹിക്കുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു. റുഖാനയുടെ ചുണ്ടുകൾ ചലിച്ചു. ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിച്ചു കൊള്ളുന്നു. അങ്ങനെ റുഖാന റളിയല്ലാഹു എന്ന വല്ല യുദ്ധവീരൻ ഇസ്ലാമിന്റെ വിനീതനായ അനുയായിയായി തീർന്നു. ഇതാണ് റുഖാനയുടെ ചരിത്രം.
ഗുസ്തിക്കാരനൊരു മല്ലന്റെ ചരിത്രം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഏവരെയും വിനയമുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.